ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഏച്ചിൻ്റെ ഒരു ഹൗസിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് കോലായിക്കാണ്, ഏച്ചിൻ്റെ വീട്ടിൻ്റെ. അപ്പം നമുക്ക് നേരെ ഹോം ടൂറിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ആയിട്ടുള്ളത് കോലായി അല്ല മുറ്റാണ്. മുറ്റം കാണിച്ചു തരാം. മുറ്റം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുറ്റാണ് കേട്ടോ. പേപ്പർ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു മുറ്റാണ് കേട്ടോ. കണ്ടോ, നല്ല രസമാണ് കാണാൻ. ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ചേച്ചീൻ്റെ ചെരുപ്പാണ്. ഇതാണ് ചേച്ചീൻ്റെ കോലായി. ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് പോവാം. ഹോളിലുള്ളത് കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. വളർത്തുന്നതാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു TV, പിന്നെ ഒരു സോഫ, പിന്നെ ഇതുപോലത്തെ ഒരു സോഫ, പിന്നെ കുറേ അവിടെ പിന്നെ ഉള്ളത് ഇത് ചേച്ചീൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഇത് ചേച്ചീൻ്റെ അമ്മയാണ്. ചേച്ചി കിട്ടിയ ഹോൾ ടിക്കറ്റും ഇതൊക്കെയാണ്. ചേച്ചീൻ്റെ അമ്മാവന് കിട്ടിയതാണ്. അതെല്ലാം ചേച്ചീൻ്റെയാണ് കേട്ടോ. ഇനിയുള്ളത് സ്റ്റെപ്പാണ് കേട്ടോ. മേലെയാണ്. അങ്ങനെയാണ് നമ്മളെ ഹോള് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചൺ നല്ലൊരു ഹോളി. അവിടെ തന്നെ വാഷ് ബേസിനൊക്കെയാണ് ഉള്ളത്. ചായം ബോക്സൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ടേബിൾ അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഇതിൽ ഏച്ചിൻ്റെ ഒരു കപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണിത്. പിന്നെയുള്ളത് ഒരു ഫ്രിഡ്ജ്, പിന്നെ അങ്ങനത്തെ ഇതാണ്. നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ വന്നിട്ടിരിക്കുന്നത് ചേച്ചി കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഫുൾ അലങ്കോലാണ് കേട്ടോ. ചീരയൊക്കെ വറവൊക്കെ ആക്കുന്നുണ്ട്. ഇതാണ് കിച്ചൺ ചേച്ചീൻ്റെ. ഇത് ടോയ്ലറ്റ് കേട്ടോ. അപ്പം ഇതാണ് ഒരു താഴത്തൊരിത്. അതാണ് താവ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ താവ. അവിടെ പശുവിനൊക്കെ കണ്ടോ. അവിടെ ഒരു ഹൗസൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ചേച്ചീൻ്റെ ഒരു ഇത്. അതിൻ്റെ അപ്പുറം ഒരു മാങ്ങമാവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമാണ്. താവയിലും ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെയാണ്. അങ്ങോട്ടൊരു പാലൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. അതവിടെയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് താവന്ന് മറ്റേ ഇത് പാലെന്ന് പറയുന്നത്. പിന്നെ അവിടെ പശുവൊക്കെ ഉണ്ട്. കണ്ടോ, പശുവിനൊക്കെ കണ്ടോ, നല്ല ക്യൂട്ടാണ്. ഇവിടെ വരാൻ. അപ്പം ഇതൊക്കെയാണ്. അങ്ങൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല കാറ്റടിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, വയലായിക്കൊണ്ട് നല്ല കാറ്റുണ്ടാവും. അപ്പോൾ ചേച്ചീൻ്റെ ഞാൻ കുറച്ച് വെള്ളം വാങ്ങാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം ഗൈസ്. ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് ചെയ്ത് കയറാം. നമുക്ക് വെള്ളം ഉള്ളിൽ വെക്കട്ടെ. എന്നാൽ നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ച് കഴിഞ്ഞു. നേരെ നമുക്ക് പുറത്തേക്ക് നടക്കാം. നല്ല സുഖമായിട്ട്. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പുറം താവയ്ക്കാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ചേച്ചി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഫോണൊന്നും കുറിച്ചിരിക്കുകയാണ്. ഞാൻ ഉന്തി പായിപ്പിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഉന്തി പായിപ്പിക്കുകയാണ്. എൻ്റെ കൈ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ബാക്കാക്കാതെ നോക്കുകയാണ് കേട്ടോ. അതൊന്ന് സോറി, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരെ ചേച്ചീൻ്റെ ഫുഡ് എന്താണെന്ന് നോക്കിയിട്ട് വരാം.
ചേച്ചിയുടെ ഫുഡ് എന്നാൽ നമുക്ക് നോക്കാം. ചേച്ചി ഇതാണ്, പക്ഷേ മുഖം കാണിക്കത്തില്ല. ചേച്ചിൻ്റെ ഫുഡ് ദോശയാണ്. ഒരു ദോശയാണ് ചേച്ചി തിന്നാട്ടോ. കണ്ടോ, ദോശ നല്ല ദോശയാണ്, നല്ല മുരിഞ്ഞ ദോശയാണ്. ഇനി നമുക്ക് ചേച്ചി ഏതാ കറി എടുക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ചേച്ചിക്ക് ചായ കൊടുക്കാണ്. ചായ. ഇനിയുള്ള കറി എന്താ? കറി എന്താ? എന്ത് കറി? ചെമ്മീൻ കറിയാണ്. ഓക്കെ, നമുക്ക് ചേച്ചിനെ ഫുഡൊക്കെ അറിഞ്ഞു. നമുക്ക് നേരെ പോകാം. ചേച്ചിൻ്റെ എന്തോ ഒരിതാണ്, കൃഷ്ണനംറ്റാണ്. അവിടെ ഒരാളൊക്കെ ഉണ്ടോ, കാണിച്ചു തരാം. അയ്യോ, അടുത്ത ആടാണ് അതൊക്കെ. മയിലൊക്കെ ഇവിടെ വരും കേട്ടോ. ഇനി മേലെയാണ് കാണിക്കാനുള്ള, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇച്ചി വരട്ടെ എന്നിട്ട് നമുക്ക് നേരെ മേലിലേക്ക് പോകാം. ഞാൻ കുറേ ട്രൈ ചെയ്തൊന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നല്ല സുഖം. ഞാൻ ഇപ്പോൾ ഇട്ട കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ നിലത്ത് വെക്കട്ടെ, എന്നിട്ട് കാണിച്ചു. ഇതാണ് ഞാൻ ഇട്ട കോസ്റ്റ്യൂം ഗൈസ്. എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാണ് ഞാൻ ഇട്ടൊരു കോസ്റ്റ്യൂം കേട്ടോ. ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി, അന്നേരം ആ വീഡിയോ കാണുന്നില്ല. അത് പ്ലീസ് ക്ഷമിക്കണം കേട്ടോ. ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ MIT ന്യൂസൊക്കെ കണ്ടുകൊണ്ടാണ് ചേച്ചി കഴിക്കുന്നത്. ചേച്ചിൻ്റെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇനി ചേച്ചിനോട് പെർമിഷൻ ചോദിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ക്ലാരിറ്റി ഇല്ല ഗൈസ്, അതെന്താണെന്ന് അറിയാം. ഞാൻ സ്നാപ്പിലാണ് എടുക്കുന്നത് കേട്ടോ. സാധാ ക്യാമറയിലെടുത്താൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ സ്നാപ്പിലെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമുക്ക് നേരെ മേലേക്ക് പോവാം. ഏച്ചിനെ വിളിക്കാം. നമുക്ക് കുത്തി വിളിച്ചിട്ട് വരുക. ബാ അപ്പോൾ നമുക്ക് നേരെ മേലേക്ക് കയറാം. ഇതാണ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ പറഞ്ഞ പ്ലാന്റ്സും ഇതൊക്കെ നല്ല ക്യൂട്ടാണ്. ഇതുപോലത്തെ ഒരു ബോളൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറി പോകാം. പിന്നെ 2 ടെഡി ബിയർ. ഇവിടെ വലിയൊരു ടെഡി ബിയർ ഉണ്ട്, ഇവിടെ ചെറിയത്, പിന്നെ അതിൻ്റെ സ്റ്റോള്. ഇതാ ഇങ്ങനത്തെ ലൈറ്റ് എത്തുന്നുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാൽക്കണി കേട്ടോ. നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ, ഇതാണ് ചേച്ചിൻ്റെ സ്റ്റഡി ടേബിൾ. ചേച്ചിൻ്റെ ഇതൊക്കെയാണ്. പിന്നെ 3ാമത്തെ നില ഇങ്ങനെ 6 നിൽക്കുന്ന നിലയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു അൽമാര എന്ന് പറയുന്ന ഒരു സംഭവം, വാതിലില്ലാത്ത അൽമാര. അപ്പോൾ ഇവിടെയുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ. ചേച്ചിൻ്റെ റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചേച്ചിൻ്റെ ക്രിയേറ്റിവിറ്റി. ഇതൊരു പൗച്ചായിരുന്നു, ആ പൗച്ച് ഇതാക്കിയിട്ട് ചേച്ചി ആക്കിയതാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചീൻ്റെ അമ്മ തയ്ക്കട്ടോ, അതിൻ്റെ ഒരു മെഷീനാണ്. പിന്നെ ഇതാ BTSൻ്റെ പിന്നെ ഒരു ബാഗാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. അതിൻ്റെ പോലത്തെ ഇതാണ് പൗച്ചിൻ്റെ തന്നെയാണ്. പിന്നെ ചേച്ചീൻ്റെ ഓർണമെൻറ്റ്സും ബുഷൊക്കെയാണ്. പിന്നെ ചേച്ചീൻ്റെ ക്യൂട്ടൻസ്. പിന്നെ ചേച്ചിക്ക് ഒരു കിരീടം, പിന്നെ ഒരു ടെഡി ബെയറിന് കമ്മലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്കാണ്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാർബി ഉണ്ട്, അതിൻ്റെ മാലക്കൂര കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കമ്പ്യൂട്ടറാണ് ഗൈസ്. ചേച്ചിക്ക് വെറുതെ പഠിക്കാനൊക്കെ വാങ്ങിയൊരു കമ്പ്യൂട്ടറാണ്. പിന്നെ ഇത് ടോയ്ലറ്റ്. പിന്നെ ചേച്ചീൻ്റെ ഒരു വ്യൂ ആണ്.
വ്യൂന്നില്ല. പിന്നെ ഏച്ചിക്ക് യൂസ് ചെയ്യുന്നത് തന്നെ ഇതുപോലത്തെ ഒരു കണ്ണാടി കണ്ടോ. പിന്നെ ഏച്ചിൻ്റെ മേക്കപ്പ് ബോക്സാണ്. ഐലൈനർ അങ്ങനത്തെയാണ്, ഫാനിഡ് ഐലൈനർ അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഏച്ചിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കണ്ണാട. അപ്പം ഇതാണ് ഏച്ചിൻ്റെ ബെഡ്. ഇനിയുള്ളത് ഇവിടെ വിക്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏച്ചി ഉണ്ടാക്കിയ ഒരു പാട്ടിൻ്റെ ഒക്കെ ഇതുണ്ട്. തീർത്താന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാണ് ഏച്ചിൻ്റെ ഒരു ഹോം എന്ന് പറയുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, നല്ല രസം. ഇവിടെ മയിലൊക്കെ വന്നിട്ടുണ്ട്. ഗായ്സ്, ഏച്ചീൻ്റെ ഹോം ടൂർ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. പൊള്ളി ഹോമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോമാണ്. അടുത്ത വീഡിയോയിൽ ഏച്ചീൻ്റെ മുഖം കാണിക്കാൻ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പം ഇതുവരേക്കും ബൈ.